ഹായ് ട്രെയിനീസ്, എല്ലാവർക്കും സുഖമല്ലേ? കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും SMS പാലിക്കുന്നുണ്ടോ? പാലിക്കുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പാലിക്കണം. SMS എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ അല്ലേ? സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്കിങ്, സാനിറ്റൈസേഷൻ. ഇത് മൂന്നും നമ്മൾ ഡെയിലി പാലിക്കണം. അത് നമ്മുടെ ഒരു ദിനചര്യയായിട്ട് മാറ്റണം. വളരെ ജാഗ്രതയോടുകൂടി നടക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ സ്വന്തം ജീവൻ്റെ വിലയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നത്. മറ്റുള്ളവരുടെ ജീവനും സംരക്ഷിക്കപ്പെടും. അപ്പം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം. എല്ലാവരും SMS ഡെയിലി പാലിക്കുക. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ട്രാൻസിസ്റ്ററാണ്. ട്രാൻസിസ്റ്ററിന് മുന്നോടിയായിട്ട് നമ്മൾ 2-3 ഡിവൈസസ് പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? ഡയോഡും സെനർ ഡയോഡും, പിന്നെ സെമി കണ്ടക്ടറിൻ്റെ കുറച്ച് കാര്യങ്ങളും പഠിച്ചിരുന്നു. സെമി കണ്ടക്ടറാണ് എല്ലാത്തിനും ബേസ്. സെമി കണ്ടക്ടർ പഠിച്ചപ്പോൾ നമ്മൾ P പഠിച്ചു, N പഠിച്ചു. അതായത് P സെമി കണ്ടക്ടറും N സെമി കണ്ടക്ടറും ഒക്കെ പഠിച്ചിരുന്നു. അപ്പം ആ Pയും Nനും സെമി കണ്ടക്ടറുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡയോഡും സെനർ ഡയോഡും ഒക്കെ നിർമ്മിച്ചത്. അപ്പോൾ അതേ സെമി കണ്ടക്ടറുകൾ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്ററും നിർമ്മിക്കുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ, സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന പോലെ, ട്രാൻസിസ്റ്റർ ഈസ് എ ടൈപ്പ് ഓഫ് എ സെമി കണ്ടക്ടർ ഡിവൈസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ബോത്ത് കണ്ടക്ട് ആൻഡ് ഇൻസുലേറ്റ് ഇലക്ട്രിക് കറണ്ട് ഓർ വോൾട്ടേജ്. അതായത് ട്രാൻസിസ്റ്റർ ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. അത് വെച്ചിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഒരു ഇൻസുലേറ്റർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ഉണ്ടാക്കുന്നു. അപ്പം സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത അത് തന്നെയാണല്ലോ. ഒന്നെങ്കിൽ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസുലേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടിയും കാണിക്കുന്നതിനെയാണ് നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ്. ഒന്നെങ്കിൽ ഇലക്ട്രോൺസിനെ കണ്ടക്ട് ചെയ്യാനും, അല്ലെങ്കിൽ ഇൻസുലേറ്ററിനെ പാസ് ചെയ്യാതിരിക്കാനുമുള്ള ഡിവൈസസ് ആണ് ട്രാൻസിസ്റ്റർ കൊണ്ട് ഉണ്ടാക്കുന്നത്. ട്രാൻസിസ്റ്റർ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആംപ്ലിഫയറിലാണ്, സ്വിച്ചിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ലോകത്തിലെ ഇപ്പോൾ ഏറ്റവും നല്ലൊരു കണ്ടുപിടുത്തമായിട്ട് നമുക്ക് ട്രാൻസിസ്റ്ററിനെ പറയാൻ പറ്റും. ഒരു മിനിയേച്ചർ ഡിവൈസാണ്. ഇലക്ട്രിക് ഫ്ലോയൊക്കെ കൺട്രോൾ ചെയ്യാനും പാകത്തിലുള്ള ഒരു കുഞ്ഞു ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിൻ്റെ മുത്തച്ഛന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. വാൽവ് ട്യൂബ് എന്നൊക്കെ പറയും. അതിന് അങ്ങനെ ഒരു ഇലക്ട്രോണിക്സ് തന്നെ ഉണ്ടായിരുന്നു, വാൽവ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നൊക്കെ ഒരു റേഡിയോ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് എടുക്കും ഒന്ന് ചൂടായിട്ട് അതൊന്ന് പാട്ടുപാടി വരാൻ. ഇപ്പോൾ അങ്ങനല്ല, സ്വിച്ച് ഓണാക്കിയാൽ തന്നെ പാടാൻ തുടങ്ങും. അത്രയ്ക്ക് സ്പീഡായിട്ടുണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ വരവോടുകൂടി. 3 അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരാണ് ആദ്യമായിട്ട് ട്രാൻസിസ്റ്റർ ഡെവലപ്പ് ചെയ്തെടുത്തത്. 1947 ജോൺ ബെർഡീൻ, വാൾട്ടർ ബ്രാറ്റൈൻ ആൻഡ് വില്യം ഷോക്ലി, ഇവർ 3 പേരും കൂടി ചേർന്നാണ് ട്രാൻസിസ്റ്റർ ഡെവലപ്പ് ചെയ്തത്. അതായത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഇൻവെൻഷനായിരുന്നു ട്രാൻസിസ്റ്റർ. ഒരു ട്രാൻസിസ്റ്ററിൽ നമ്മൾ ഡയോഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു 2 ലെയറാണുള്ളത്, ഇതാണുള്ളത്, സെമി കണ്ടക്ടറാണുള്ളത്. ഒന്നുകിൽ P അല്ലെങ്കിൽ N ജംഗ്ഷൻ. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഡയോഡ് അല്ലെങ്കിൽ സെനർ ഡയോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് 3 സെമി കണ്ടക്ടറിൻ്റെ ആവശ്യം വരും. അതായത് 3 ലെയർ ഉണ്ടായിരിക്കും സെമി കണ്ടക്ടർ. PNP അങ്ങനൊരു കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ NPN എന്നൊരു കോൺഫിഗറേഷനിലായിരിക്കും നമ്മൾ ഇത് ചേർത്ത് വെക്കുക. അപ്പോൾ അതിന് കുറച്ച് ടെർമിനൽസും കാര്യങ്ങൾസും ഉണ്ട്. നമ്മൾ ഡയോഡിൻ്റെ കേസിൽ ആനോഡ് ഉണ്ടായിരുന്നു, കാഥോഡ് ഉണ്ടായിരുന്നു. അതായത് പോസിറ്റീവും നെഗറ്റീവും. അപ്പം ആനോഡെന്ന് പറയുന്നത് പോസിറ്റീവ്, കാഥോഡെന്ന് പറയുന്നത് നെഗറ്റീവ് എന്ന് പറയുന്ന പോലെ ട്രാൻസിസ്റ്ററിനും 3 ടെർമിനൽസാണുള്ളത്. ട്രാൻസിസ്റ്ററിൻ്റെ ടെർമിനൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ട്രാൻസ്മിറ്ററിൻ്റെ ടെർമിനേറ്റർ എന്ന് പറയുന്നത് ബേസ്, കളക്ടർ, എമിറ്റർ, അങ്ങനെ 3 ടെർമിനൽസാണ് ട്രാൻസിസ്റ്ററിന് ഉള്ളത്. അത് ബേസ് എന്ന് പറയുന്ന ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബേസ് ടെർമിനൽ ഉപയോഗിക്കുന്നത്. ടെർമിനൽ എന്ന് പറഞ്ഞാൽ കാലുകളെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ലീഡ് ഓഫ് ദ ട്രാൻസിസ്റ്റർ. എമിറ്റർ എന്ന് പറയുന്നത് നെഗറ്റീവ് ലീഡ് ഓഫ് ദ ട്രാൻസിസ്റ്റർ. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കും. ഇപ്പം പലതരത്തിലുള്ള ട്രാൻസിസ്റ്റർ നമുക്ക് അവൈലബിൾ ആണ്. മെയിനായിട്ട് ട്രാൻസിസ്റ്ററിനെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: BJT, FET. BJT എന്ന് പറയുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. FET എന്ന് പറയുന്നത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. പിന്നെ BJTയെ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: NPNഉം PNPയും. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിനെ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: JFETയും മോസ്ഫെറ്റും. അതിൽ JFET എന്ന് പറയുന്നത് ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. മോസ്ഫെറ്റ് എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. പിന്നെയും ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിനെ 2ആയിട്ട് ഓപ്പറേഷൻ മോഡുണ്ട്. അതിൽ ഓപ്പറേഷൻ മോഡാണ് ഡിപ്ലീഷൻ മോഡ്. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിന് ഒരു ഓപ്പറേഷൻ മോഡേ ഉള്ളൂ, ഡിപ്ലീഷൻ മോഡ് മാത്രം. അത് തന്നെ 2ആയിട്ട് വീണ്ടും തിരിച്ചിരിക്കുന്നു: N ചാനൽ, P ചാനൽ. മോസ്ഫെറ്റിനെ 2 മോഡിൽ മോസ്ഫെറ്റ് വർക്ക് ചെയ്യും. ഒന്ന് ഡിപ്ലീഷൻ മോഡിലും ഒന്ന് എൻഹാൻസ്മെൻറ്റ് മോഡിലും. അതിൽ ഡിപ്ലീഷൻ മോഡിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ N ചാനലും P ചാനലുമായിട്ട് 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. എൻഹാൻസ്മെൻറ്റ് മോഡിലും N ചാനലും P ചാനലുമായിട്ട് തിരിച്ചിരിക്കുന്നു. അവിടെ പിക്ചറിൽ ഞാൻ കുറച്ച് ട്രാൻസിസ്റ്ററിൻ്റെ പടം ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പലതരം ട്രാൻസിസ്റ്ററുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു 4 ടൈപ്പ് ട്രാൻസിസ്റ്റർ ഞാനിവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. 4 ടൈപ്പൊന്നും അല്ല ഉള്ളത്, ഒരുപാട് ടൈപ്പ് ട്രാൻസിസ്റ്ററുകളുണ്ട്. നമ്മളത് വരും ക്ലാസ്സുകളിൽ പരിചയപ്പെടുന്നതായിരിക്കും. ഇനി ബൈപോളാർ ട്രാൻസിസ്റ്റർ. നമ്മൾ ട്രാൻസിസ്റ്റർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ആംപ്ലിഫിക്കേഷനും സ്വിച്ചിങ്ങിനും വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു. ഈ ബൈപോളാർ ട്രാൻസിസ്റ്റർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ ബ്ലോക്ക് ഡയഗ്രം നോക്കിയിട്ട് പറഞ്ഞിരുന്നു: PNP ട്രാൻസിസ്റ്ററും NPN ട്രാൻസ്മിറ്ററും. ചെറിയ കറണ്ടുകളൊക്കെ നമ്മൾ ബേസിലും എമിറ്ററിലും ഒക്കെ കടത്തി വിട്ട് കൺട്രോൾ ചെയ്ത് കളക്ടറിലും എമിറ്ററിലും ലാർജ് കറണ്ടിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. അതായത് സ്മോൾ സിഗ്നലിനെ ഹൈ സിഗ്നൽ ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ, അതായത് ആംപ്ലിഫിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ട്രാൻസിസ്റ്ററുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം PNP ട്രാൻസിസ്റ്ററുണ്ട്, NPN ട്രാൻസിസ്റ്ററുണ്ട്. പിന്നെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും PNPയും NPNഉം. അതിൽ കളക്ടർ, എമിറ്റർ, ബേസ്. കളക്ടർ, എമിറ്റർ, ബേസ്. NPNലും ഉണ്ട് കളക്ടർ, എമിറ്റർ, ബേസ്. PNPയിൽ N ആയിരിക്കും ബേസായിട്ട് വരിക, NPNൽ P ആയിരിക്കും ബേസായിട്ട് വരിക. ബാക്കി രണ്ടും കളക്ടറും എമിറ്ററുമായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് PNPയുടെ സിമ്പിൾ അവിടെ കാണാം, ചിത്രത്തിൽ നോക്കിയാൽ കാണാം. ബേസ്, കളക്ടർ, എമിറ്റർ. എമിറ്ററിനൊരു ആരോ മാർക്ക് കാണാം. അകത്തോട്ട് ആരോ മാർക്ക് കിടന്നാൽ അത് PNPയും പുറത്തോട്ട് ആരോ മാർക്ക് കിടന്നാൽ അത് NPNഉം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. PNPനും NPNും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് ആ ആരോയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന് പറയുന്ന, നമ്മൾ ഡയോഡ് ബയാസിംഗ് പഠിച്ചിരുന്നല്ലോ, ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ്ങും എന്ന് പറഞ്ഞ പോലെ ട്രാൻസിസ്റ്ററിന് 2-3 മോഡിൽ ട്രാൻസിസ്റ്ററിന് വർക്ക് ചെയ്യാൻ സാധിക്കും. ആ മോഡ്സ് ഏതാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓപ്പറേറ്റിംഗ് മോഡ് ഓഫ് ട്രാൻസിസ്റ്റർ. 3 ഓപ്പറേഷൻ മോഡാണുള്ളത്. ഒന്ന് കട്ട് ഓഫ് മോഡ്, ഒന്ന് സാച്ചുറേഷൻ മോഡ്, ഒന്ന് ആക്റ്റീവ് മോഡ്. കട്ട് ഓഫ് മോഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വിച്ചിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ്. ട്രാൻസിസ്റ്ററിനെ ഓൺ ഓഫ് സ്വിച്ചായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആക്റ്റീവ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആംപ്ലിഫിക്കേഷനും ഒക്കെ വേണ്ടിയാണ് ആക്റ്റീവ് മോഡ് ഉപയോഗിക്കുന്നത്. സാച്ചുറേഷനും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്
ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഏത് രീതിയിൽ ട്രാൻസിസ്റ്ററിനെ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ബയാസിങ്ങിലൂടെയാണ്. അപ്പോൾ ഈ ബയാസിങ് എന്നത് ഈ ട്രാൻസിസ്റ്റർ 3 മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബയാസിങ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് മോഡ്സ്? കട്ട് ഓഫ് മോഡ്, സാച്ചുറേഷൻ മോഡ്, ആക്റ്റീവ് മോഡ്. അപ്പം ഇതിനു വേണ്ടിയാണ് നമ്മൾ ബയാസിങ് ചെയ്യുന്നത്. ഇനി ബയാസിങ് എന്താണെന്ന് നോക്കാം. The proper flow of zero signal collector current and the maintenance of proper collector emitter voltage during the passage of signal is known as transistor biasing. അതായത് ഒന്നുമില്ല, ഈ പറയുന്ന മോഡുകളിലോട്ട് അതിനെ കളക്ടറിനെയും എമിറ്ററിനെയും ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബയാസിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഡിഫറെൻറ്റ് ബയാസിങ്ങിലൂടെ നമുക്ക് പ്രോപ്പറായിട്ട് കളക്ടർ എമിറ്റർ വോൾട്ടേജൊക്കെ അതിനകത്തുകൂടി പാസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ബയാസിങ് സർക്യൂട്ട് എന്ന് ഒക്കെ പറയുന്നത്. 3 types ഓഫ് കോൺഫിഗറേഷൻ ഉണ്ട്. അതായത് ബയാസിങ്ങിൽ, അതായത് കോമൺ ബേസ് ഉണ്ട്, കോമൺ കളക്ടർ ബയാസിംഗ് ഉണ്ട്, കോമൺ എമിറ്റർ ബയാസിംഗ് ഉണ്ട്. കോമൺ ബേസ് ബയാസിംഗ് ഉണ്ട്, കോമൺ കളക്ടർ ബയാസിംഗ് ഉണ്ട്, കോമൺ എമിറ്റർ ബയാസിംഗ് ഉണ്ട്. അതിൽ നിങ്ങൾ ചിത്രത്തിൽ ആദ്യത്തെ ചിത്രം നോക്കിയാൽ കാണാം കോമൺ ബേസ് കോൺഫിഗറേഷൻ. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? എമിറ്ററും ബേസും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നുണ്ടോ? ഒരു ബാറ്ററി ഇട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടോ? എമിറ്ററിലോട്ട് നെഗറ്റീവ് കൊടുത്തിരിക്കുന്നു, ബേസിലോട്ട് പോസിറ്റീവ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ബേസും കളക്ടറും തമ്മിൽ കളക്ടർ പോസിറ്റീവിലോട്ട് കൊടുത്തിരിക്കുന്നു, ബേസ് നെഗറ്റീവിലോട്ട് കൊടുത്തിരിക്കുന്നു. മനസ്സിലായില്ലേ? NPN ട്രാൻസിസ്റ്ററിൻ്റെ ഒരു കോൺഫിഗറേഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? എന്നിലോട്ട് നമ്മൾ നെഗറ്റീവ് കൊടുത്തു, പിയിലോട്ട് പോസിറ്റീവ് കൊടുത്തു. ഇപ്പുറത്ത് ബേസും കളക്ടറും തമ്മിൽ എന്നിലോട്ട് പോസിറ്റീവ് കൊടുത്തു, പിയിലോട്ട് നെഗറ്റീവും കൊടുത്തു. ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ചെയ്യുന്നതിനെയാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് കാണാം, IE എന്ന് പറയുന്നത് എമിറ്റർ കറണ്ടാണ്, IB എന്ന് പറയുന്ന ആരോ ഇട്ടിരിക്കുന്ന ബേസ് കറണ്ടാണ്, IC എന്ന് പറയുന്നത് കളക്ടർ കറണ്ടാണ്. മനസ്സിലായോ? JE എന്ന് എഴുതിയിരിക്കുന്നതുണ്ടോ? ജംഗ്ഷനിലുള്ള എമിറ്റർ കറണ്ടാണ്. JC എന്ന് പറയുന്നത് ജംഗ്ഷനിലുള്ള കളക്ടർ ആണ്. കളക്ടറിൻ്റെ ഇതാണ് JC എന്ന് പറയുന്നത്. അത് VB എന്ന് പറയുന്നത് വോൾട്ടേജ് ഓഫ് ബേസ് ആൻഡ് എമിറ്റർ. എമിറ്ററിലും ബേസിലെയും വോൾട്ടേജാണ് VBE എന്ന് പറയുന്നത്. VCB എന്ന് പറയുന്നത് വോൾട്ടേജ് ഓഫ് കളക്ടർ ആൻഡ് ബേസ്. അപ്പോൾ അത് മനസ്സിലാക്കുക. JE എമിറ്റർ ജംഗ്ഷൻ, JC കളക്ടർ ജംഗ്ഷൻ. അവിടെ പിക്ചറിൽ, ആദ്യത്തെ പിക്ചറിൽ നിങ്ങൾക്ക് JEയും JCയും കാണാൻ പറ്റും. പിന്നീടുള്ള പിക്ചറിലൊന്നും അതങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല. ആ JE JC എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി അടുത്ത കോൺഫിഗറേഷൻ നോക്കൂ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. അതിലെന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ എമിറ്ററും ബേസും തമ്മിൽ എന്താക്കി? എമിറ്ററും ബേസും തമ്മിലല്ല, എമിറ്ററും കളക്ടറും കണ്ടോ കോൺഫിഗറേഷൻ ചെയ്തിരിക്കുന്നുണ്ടോ? എമിറ്ററിൽ നിന്നൊരു റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഒരു നെഗറ്റീവിലോട്ട് പോയിരിക്കുന്നു. അതായത് N നെഗറ്റീവിലോട്ടും താഴെയുള്ള N പോസിറ്റീവിലേക്കും കൊടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ കളക്ടർ പിന്നെ P എമിറ്ററിലോട്ട് പോയിരിക്കുന്നുണ്ടോ? എമിറ്ററും കളക്ടറും കൂടി ബയാസ് ചെയ്തിരിക്കുന്നു. കണ്ടില്ലേ? കോമൺ കളക്ടർ കോൺഫിഗറേഷനാണ് പറയുന്നത്. രണ്ടാമത്തെ പിക്ചർ വേണം നോക്കാൻ. ബേസും കളക്ടറും കൂടി കൊടുത്തിരിക്കുന്നുണ്ടോ? ബേസും കളക്ടറും കൂടി എന്താ കൊടുത്തിരിക്കുന്നത്? VBC, വോൾട്ടേജ് ഓഫ് ബേസ് ആൻഡ് കളക്ടർ, VBC. അടുത്തത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? എമിറ്ററും കളക്ടറും കൂടിയാണ് ബയാസ് ചെയ്തിരിക്കുന്നത്, VEC. അപ്പോൾ ആ കോൺഫിഗറേഷനൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, ഇതാണ് നമ്മൾ സാധാരണയായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു കോൺഫിഗറേഷനാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. നമ്മൾ ലാബിലൊക്കെ ആണെങ്കിലും ഇനി ഡെമോൺസ്ട്രേഷൻ പഠിക്കുക, ആംപ്ലിഫയറിൻ്റെ ഡെമോൺസ്ട്രേഷൻ പഠിക്കുന്ന സമയത്ത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്ത് പഠിക്കുക. അപ്പം വോൾട്ടേജ് ഓഫ് ബേസ് ആൻഡ് എമിറ്റർ തമ്മിൽ നമ്മൾ കണക്ഷൻ ചെയ്തിരിക്കുന്നു. പിന്നീട് കളക്ടറും എമിറ്ററും തമ്മിൽ
കണക്ഷൻ ചെയ്തിരിക്കുന്നു. ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോമൺ കളക്ടർ കോൺഫിഗറേഷൻ അല്ല പറയുന്നത്, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ആ പിക്ചറിൽ നോക്കിയാൽ കാണാം VBE ബേസും എമിറ്ററും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. VCE കളക്ടറും എമിറ്ററും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ 3 കോൺഫിഗറേഷൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ബയാസിങ്ങിൻ്റെ പറഞ്ഞിരുന്നു. നമ്മൾ ബയാസിങ് ഓപ്പറേറ്റിംഗ് മോഡ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബയസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഈ ഓപ്പറേറ്റിംഗ് മോഡ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രാൻസിസ്റ്റർ ഏത് റീജിയനിൽ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ്. കട്ട് ഓഫ് റീജിയനിൽ വേണോ, സാച്ചുറേഷൻ റീജിയനിൽ വേണോ, ആക്റ്റീവ് റീജിയനിൽ വേണോ എന്ന് വർക്ക് ചെയ്യുന്നതിന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ആ കട്ട് ഓഫ് പോയിൻറ്റിന് നമ്മൾ പിന്നെ തീരുമാനിക്കുന്നത് ഒരു സ്റ്റെബിലൈസേഷൻ എന്ന് പറയും. ആ പോയിൻ്റ് തീരുമാനിക്കുന്നത്, അതായത് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് തീരുമാനിക്കുന്നതിന് നമ്മൾ സ്റ്റെബിലൈസേഷൻ എന്നാണ് പറയുക. പ്രോസസ് ഓഫ് മേക്കിംഗ് ദ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ചസ് ഓർ വേരിയേഷൻസ് ഇൻ ട്രാൻസിസ്റ്റർ പാരാമീറ്റർ ഈസ് നോൺ ആസ് സ്റ്റെബിലൈസേഷൻ. അത് ട്രാൻസിസ്റ്ററിന് ഈ മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ കുറേ പാരാമീറ്റേഴ്സൊക്കെ ഉണ്ടാവും. ആൽഫ, ബീറ്റ, ഗാമ പാരാമീറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഈ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറും അതുപോലെ വോൾട്ടേജിൻ്റെ ഓപ്പറേറ്റിംഗ് വ്യതിയാനവും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അത് കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കാത്തൊരു മോഡിലോട്ട് പോയി വർക്ക് ചെയ്യും. അപ്പോൾ ആ സ്റ്റെബിലൈസേഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ വർക്ക് ചെയ്യുള്ളൂ, ഏത് റീജിയനിലാണെന്നുള്ളത് തീരുമാനിക്കപ്പെടുകയുള്ളൂ. പിന്നെ കട്ട് ഓഫിൽ വേണോ, സാച്ചുറേഷനിൽ വേണോ, ആക്റ്റീവ് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ സ്റ്റെബിലൈസേഷനിലൂടെയാണ്. മനസ്സിലായില്ലേ? കട്ട് ഓഫ് മോഡ് നമ്മൾ പറഞ്ഞതുകൊണ്ടല്ല, കട്ട് ഓഫ് മോഡ് ബോത്ത് ജംഗ്ഷൻസ് ആർ ഇൻ റിവേഴ്സ് ബയസ്. 2 ജംഗ്ഷന് റിവേഴ്സ് ബയസിൽ കൊടുക്കുമ്പോഴാണ് കട്ട് ഓഫ് മോഡ് വരുന്നത്. ഇൻ ദിസ് മോഡ് ദ ട്രാൻസിസ്റ്റർ ബിഹേവ്സ് ആൻ ഓപ്പൺ സർക്യൂട്ട്, ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുക. അതായത് അതിനകത്ത് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യത്തില്ല, ഒരു ഇൻസുലേറ്റർ പോലെ ആക്ട് ചെയ്യും കട്ട് ഓഫ് മോഡിൽ. സാച്ചുറേഷൻ മോഡ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ മോഡ് ഓഫ് എ ട്രാൻസിസ്റ്റർ ബോത്ത് ജംഗ്ഷൻ ആൻഡ് കണക്റ്റഡ് ഇൻ ഫോർവേഡ് ബൈ. 2 ജംഗ്ഷനും ഫോർവേഡ് ബൈസ് കണക്ട് ചെയ്യുന്നത് സാച്ചുറേഷൻ മോഡ്. അപ്പോൾ എന്തായിട്ട് മാറ്റും, ഇത് ട്രാൻസിസ്റ്റർ ബിഹേവ്സ് ആസ് എ ക്ലോസ് സർക്യൂട്ട്. കറണ്ട് ഫ്ലോ കളക്ടർ ടു എമിറ്റർ എപ്പോഴും ഇങ്ങനെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും, ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ഓഫ് മോഡിൽ ഓഫായിരിക്കും, സാച്ചുറേഷൻ മോഡിൽ ഓൺ ആയിരിക്കും. അപ്പോൾ ഈ 2 മോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസിസ്റ്ററിന് ഒരു സ്വിച്ച് പോലെ ഉപയോഗിക്കാം. മാറിയും തിരിഞ്ഞും ഈ ബയസിങ് മാറിയും തിരിഞ്ഞും വരുന്നതനുസരിച്ച് ഓപ്പണും ക്ലോസും സർക്യൂട്ടായിട്ട് നമുക്ക് ട്രാൻസിസ്റ്ററിനെ ഉപയോഗിക്കാം. പിന്നെയുള്ളതാണ് ആക്റ്റീവ് മോഡ്. ഈ മോഡാണ് സാധാരണയായിട്ട് ആംപ്ലിഫയറിനൊക്കെ ഉപയോഗിക്കുന്ന മോഡ്. അതായത് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയസ് ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയസ്ഡ്. ഈ മോഡിലാണ് ട്രാൻസിസ്റ്റർ നമ്മൾ ആംപ്ലിഫയർ മോഡിലൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് വേവ്സ് കറക്റ്റായിട്ട് നമ്മുടെ പോസിറ്റീവ് വേവും നെഗറ്റീവ് വേവും ഇങ്ങനെ നമുക്ക് അതിനകത്തൂടി കടത്തി വിട്ടിട്ട് വലുതാക്കി എടുത്തുകൊണ്ട് വരാൻ പറ്റും. സ്മോൾ സിഗ്നൽസിനെ കൊടുത്തിട്ട് വലിയ സിഗ്നൽസിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് ആംപ്ലിഫയറായിട്ട് ആക്റ്റീവ് മോഡിൽ ഉപയോഗിക്കുന്നത്. വീണ്ടും ഒരു പ്രോപ്പർട്ടിയും കൂടിയുണ്ട്. നമ്മുടെ ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചോളം കൂടുതൽ നന്നായ രീതിയിൽ ബയസിങ് ഒന്നും ചെയ്തില്ലെങ്കിൽ തെർമൽ റണ്ണവേ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഫ്ലോ ഓഫ് കളക്ടർ കറണ്ട് ആൻഡ് ഓൾസോ ദ കളക്ടർ ലീക്കേജ് കറണ്ട് കോസസ് ഹീറ്റ് ഡിസിപ്പേഷൻ. കൂടുതൽ ഹീറ്റൊക്കെ ആയിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാവും. എന്താ ഹീറ്റ് കൂടുതലാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് മാറിപ്പോകും, അതായത് സ്റ്റെബിലൈസേഷൻ നഷ്ടപ്പെടും. അപ്പം ഹീറ്റ് കൂടുതലായിട്ട് കൂടിയിട്ട് എന്താവും, സെൽഫ് ഡിസ്ട്രക്ഷൻ സംഭവിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് തെർമൽ റണ്ണവേ എന്ന് പറയുന്നത്. അത് അൺസ്റ്റെബിലൈസ്ഡ് ട്രാൻസിസ്റ്ററാണ് ഈ തെർമൽ റണ്ണവേക്ക് കാരണമാകുന്നത്. സ്വന്തമായിട്ട് നശിച്ചു പോകും തെർമൽ റണ്ണവേ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഈ തെർമൽ റണ്ണവേ ഒക്കെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് സ്റ്റെബിലൈസ് ചെയ്ത് നമ്മൾ വെക്കുന്നത്. അതായത് കളക്ടർ കറണ്ട് ഒരു കോൺസ്റ്റൻറ്റ് ലെവലിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. മനസ്സിലായോ? അല്ലാത്ത കേസിൽ എന്ത് പറ്റും, ട്രാൻസിസ്റ്ററിന് തെർമൽ റൺവേ ഉണ്ടായിട്ട് ട്രാൻസിസ്റ്റർ നശിച്ചു പോകും.
ഇപ്പോൾ ഇവിടെ ഒരു നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ക്യൂ പോയിൻ്റ് കണ്ടോ, ആക്റ്റീവ് റീജിയനിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതുണ്ടോ. പിന്നെ സാച്ചുറേഷൻ റീജിയൻ കണ്ടോ, കട്ട് ഓഫ് റീജിയൻ, 3 റീജിയനും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നതനുസരിച്ച് ആ ക്യൂ പോയിൻറ്റും സാച്ചുറേഷൻ റീജിയനും കട്ട് ഓഫ് ഏത് രീതിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളത് നമ്മൾ ബയാസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്, ഏത് രീതിയിൽ വേണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. വോൾട്ടേജ് ഇൻ കളക്ടർ എമിറ്റർ ഏറ്റവും ടോപ്പിൽ കാണാൻ നിങ്ങൾക്ക് കറണ്ടിൻ മില്ലി ആംപിയർ, ഇവിടെ വോൾട്ടേജും ആയിരിക്കും, താഴെ വോൾട്ടേജും മുകളിലോട്ട് കറണ്ടും. അപ്പോൾ അതിനനുസരിച്ച് ഓരോ സ്ഥലത്തും ഫിക്സ് ചെയ്തേക്കുന്നത് കാണാം. നമ്മൾ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ പോർഷൻ കണ്ടോ, നീല നിറത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് സാച്ചുറേഷൻ. ഇവിടെ താഴെ ഒരു വയലറ്റ് നിറത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് കട്ട് ഓഫ് റീജിയൻ. ബാക്കിയുള്ള പോർഷനാണ് ആക്റ്റീവ് റീജിയൻ. ആ റീജിയനിലാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിലൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്മോൾ സിഗ്നലിനെ ലാർജ് സിഗ്നലാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്യൂ പോയിൻ്റൊക്കെ അവിടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ റിവേഴ്സ് ആക്റ്റീവിൽ വി സി ലെസ് ദാൻ വി ബി ലെസ് ദാൻ വി, അതൊക്കെ ഓർത്ത് വെക്കുക. അതൊക്കെ ചെറിയ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സാച്ചുറേഷനിൽ എങ്ങനെയാണെന്നുള്ളതും കട്ട് ഓഫിൽ എങ്ങനെയാണെന്നുള്ളതും ഫോർവേഡിൽ എങ്ങനെയാണെന്നുള്ളതുമൊക്കെ അത് ആ ഇക്വേഷൻ നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മുടെ മാനുഫാക്ചറിങ് സമയത്ത് കുറച്ച് ട്രാൻസിസ്റ്ററിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് മെയിനായിട്ടുള്ള ഒരു പാരാമീറ്ററാണ് ആൽഫ, ബീറ്റ, ഗാമ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് NPN ട്രാൻസിസ്റ്ററിൻ്റെ ആണ് ഇവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ PNP ട്രാൻസിസ്റ്ററിനും ആ പാരാമീറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പം ആൽഫ എന്ന് പറയുന്നത് DC കറണ്ട് ഗെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ബേസ് സർക്യൂട്ട്, കോമൺ ബേസ്, അതായത് DC കറണ്ട് ഗെയിൻ ഫോർ കോമൺ ബേസ് സർക്യൂട്ട്, അതായത് കമ്പ്യൂട്ടർ ബേസ് അല്ല, കോമൺ ബേസ് സർക്യൂട്ട്. കോമൺ ബേസ് സർക്യൂട്ടിലെ DC കറണ്ട് ഗെയിനാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. ആൽഫ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ടാണ് ആൽഫ. അപ്പോൾ അത് നമുക്കൊരു ഇക്വേഷനായിട്ട് അവിടെ മാറ്റി വെക്കുക. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് കറണ്ട് ബൈ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, IC ബൈ IE. അപ്പം എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് പ്ലസ് ബേസ് കറണ്ടിനെയാണ് നമ്മൾ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത്. ദ കറണ്ട് ഗെയിൻ ആൽഫ വാല്യൂ ഇസ് വെരി ക്ലോസ് ടു യൂണിറ്റി ബട്ട് ലെസ് ദാൻ ദ യൂണിറ്റി. അതായത് യൂണിറ്റിയിലോട്ട് ആൽഫ പൊക്കോണ്ടിരിക്കുകയും ചെയ്യും, പക്ഷേ യൂണിറ്റിയിലോട്ട് എത്തത്തുമില്ല. യൂണിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ആ 1 എന്ന് പറയുന്ന സംഖ്യയിലോട്ട് എത്തത്തില്ല, അതിനു മുമ്പ് തന്നെ കുറഞ്ഞു പോകും ആൽഫ എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ അത് കൂടാൻ പാടില്ല. 1 എത്താൻ വേണ്ടിയുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. നമ്മൾ ആ 1 എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ആൽഫ സെറ്റ് ചെയ്തിരിക്കുന്നത്. എമിറ്റർ കറണ്ട് ഈസ് ദ സം ഓഫ് സ്മോൾ ബേസ് കറണ്ട് ആൻഡ് ലാർജ് കളക്ടർ കറണ്ട്. കളക്ടർ കറണ്ടിൻ്റെയും ബേസ് കറണ്ടിൻ്റെയും സമ്മായിരിക്കും ഏത്, എമിറ്റർ കറണ്ട്. അപ്പോൾ ആ ഇക്വേഷനിൽ തന്നെ നമുക്ക് ബേസ് കറണ്ട് കിട്ടും, IE മൈനസ് IC. അതാണ് അടുത്ത ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ 2ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, IC എന്ന് പറയുന്ന ആൽഫ IE എന്ന് എഴുതാൻ പറ്റും. എന്തുകൊണ്ടാണ് ആൽഫ IE എന്ന് എഴുതിയത്? ആൽഫ ഈസിക്കൽ ടു IC ബൈ IE എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതായത് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ നോക്കാം, ആൽഫ ഈസിക്കൽ ടു IC ബൈ IE. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? IC ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൽഫ IE എന്നെഴുതാം. ആൽഫ ഈസിക്കൽ ടു IC ബൈ IE നമ്മൾ IC നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൽഫ IE എന്നെഴുതാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് IB ഈസിക്കൽ ടു എന്തായി, IE മൈനസ് ആൽഫ IE. IB നമ്മൾ നേരത്തെ പറഞ്ഞു IE മൈനസ് IC എന്ന്. ഇപ്പം ഓൾറെഡി നമ്മൾ IC കണ്ടുപിടിച്ചു. IC എത്ര ആയിരുന്നു? ആൽഫ IE. അപ്പോൾ നമ്മൾ ആ ആൽഫ IE എന്നുള്ളത് നമ്മൾ IBയുടെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. IB ഈസിക്കൽ ടു IC മൈനസ് ആൽഫ IE. അപ്പോൾ IB എന്ന് പറയുന്നത് IE ഇൻറ്റു
1 മൈനസ് ആൽഫ. ആ മേളിലത്തെ ഇക്വേഷൻ തന്നെ നമ്മൾ സോൾവ് ചെയ്ത് ചെറുതാക്കിയതാണ്. ഐ ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഐ മൈനസ് 1 മൈനസ് ആൽഫ. യൂണിറ്റിലോട്ട് എത്തത്തില്ല, അതുകൊണ്ടാണ് 1 മൈനസ് ആൽഫ എന്ന് വന്നത് കേട്ടോ. അടുത്തതാണ് പാരാമീറ്ററാണ് ബീറ്റ. ബീറ്റ പാരാമീറ്റർ എന്ന് പറയുന്നത് ഡി സി കറണ്ട് ഗെയിൻ ഫോർ കോമൺ എമിറ്റർ സർക്യൂട്ട്. കോമൺ എമിറ്റർ സർക്യൂട്ടിൻ്റെ ഡി സി കറണ്ട് ഗെയിനാണ് ബീറ്റ. ആൽഫ എന്ന് പറയുന്നത് ഡി സി കറണ്ട് ഗെയിൻ ഫോർ കോമൺ ബേസ് സർക്യൂട്ടാണ്. ബീറ്റ എന്ന് പറയുന്നത് കോമൺ എമിറ്റർ സർക്യൂട്ടാണ്. ഡി സി കറണ്ട് ഗെയിൻ ഓഫ് കോമൺ എമിറ്റർ സർക്യൂട്ട്. അതും ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. മുമ്പത്തെ പോലെ തന്നെ ബീറ്റ ഈസിക്കൽ ടു ഐ സി ബൈ ഐ ബി. ബീറ്റ ഈസിക്കൽ ടു ഐ സി ബൈ ഐ ഇൻറ്റു 1 മൈനസ് ആൽഫ. അതായത് നമുക്ക് 1 മൈനസ് ആൽഫ നേരത്തെ കിട്ടിയിരുന്നു, കണ്ടില്ലേ? ഐ ബി എന്ന് പറയുന്ന ഐ ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് കിട്ടി. ആ ഇക്വേഷൻ നമ്മളിവിടെ കൊണ്ട് താഴെ ഇട്ട് കൊടുക്കുകയാണ് ഐ ബിക്ക്. ബീറ്റ ഈസിക്കൽ ടു ഐ സി ബൈ ഐ ബി എന്നുള്ളതിനകത്ത് നമ്മൾ ബീറ്റ ഈസിക്കൽ ടു ഐ സി ബൈ ഐ ബിയുടെ സ്ഥാനത്ത് എന്താക്കുന്നു? ഐ ഇൻറ്റു 1 മൈനസ് ആൽഫ ഇട്ട് കൊടുക്കുന്നു, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ. അപ്പം ബീറ്റ ഈസിക്കൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്നുള്ളൊരു റിലേഷൻ നമുക്ക് കിട്ടുന്നു. അപ്പോൾ എബോവ് റിലേഷനിൽ നമുക്ക് ആൽഫ ബീറ്റയും എങ്ങനെ എഴുതാൻ പറ്റും? ആൽഫ ഈസിക്കൽ ടു ബീറ്റ ഇൻറ്റു 1 മൈനസ് ആൽഫ ഈസിക്കൽ ടു ബീറ്റ ബൈ ബീറ്റ പ്ലസ് 1. ബീറ്റ ഈസിക്കൽ ടു ആൽഫ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഈസിക്കൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. ആ നേരത്തെ കിട്ടിയ വാല്യൂസ് അവിടോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂസിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെങ്കിൽ അത് മനസ്സിലാവും. മേളിലുള്ള ഇക്വേഷനിലോട്ട് ഈ ഇപ്പോഴത്തെ നിലവിലുള്ള ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ വാല്യൂസ് കിട്ടുന്നത്. അപ്പം സാധാരണയായിട്ട് നമ്മൾ മാനുഫാക്ചറിങ്ങിൽ ബീറ്റ എന്ന് പറയുന്നത് 22,000 വരെ പിന്നെ ലോ പവർ ട്രാൻസിസ്റ്ററിൽ ഹൈ ഫ്രീക്വൻസിയിൽ വേരി ചെയ്യാറുണ്ട്. ഹൈ ഫ്രീക്വൻസി ലോ പവർ ട്രാൻസിസ്റ്ററിൽ 20 തൊട്ട് 1000 വരെ ഈ ബീറ്റ വാല്യൂ വേരി ചെയ്യാറുണ്ട്. പക്ഷേ ജനറലായിട്ട് 50-നും 200-നും ഇടയ്ക്കായിരിക്കും ബീറ്റയുടെ വാല്യൂ. അടുത്തത് നമ്മൾ ഗാമ റിലേഷനാണ്. കോമൺ കളക്ടർ എൻ പി എൻ ട്രാൻസിസ്റ്റർ, ദ കറണ്ട് ഗെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ എമിറ്റർ കറണ്ട് ഐ ഇ ടു ബേസ് കറണ്ട് ഐ ബി. എമിറ്റർ കറണ്ട് ഐ ഇ ടു ബേസ് കറണ്ട് ഐ ബിയുടെ ഒരു റേഷ്യോ ആണ് നമ്മൾ ഗാമയിൽ കാണുന്നത്. അത് ആ കറണ്ട് ഗെയിനെ നമ്മൾ ഗാമ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഗാമ ഈസിക്കൽ ടു ഐ ഇ ബൈ ഐ ബി, അതായത് എമിറ്റർ കറണ്ട് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട്. അപ്പം നമുക്ക് നേരത്തെ ഇക്വേഷൻ കിട്ടിയിരുന്നു. എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് ഐ സി പ്ലസ് ഐ ബി. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഗാമയിലോട്ട്. ഐക്ക് പകരം ഐ സി പ്ലസ് ഐ ബി ഡിവൈഡഡ് ബൈ ഐ ബി. അപ്പം ഗാമ ഈസിക്കൽ ടു ഐ സി ബൈ ഐ ബി പ്ലസ് 1 എന്ന് കിട്ടും. ഗാമ ഈസിക്കൽ ടു ബീറ്റ പ്ലസ് 1. അപ്പോൾ അടുത്ത റിലേഷൻ എല്ലാത്തിനും ആൽഫ ബീറ്റ ഗാമയുടെ റിലേഷൻ മൊത്തത്തിൽ എഴുതുകയാണ്. ആൽഫ ഈസിക്കൽ ടു ആ മേളിൽ കിടക്കുന്ന ഇക്വേഷൻസ് ഒക്കെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതാണ്. ആൽഫ ഈസിക്കൽ ടു ബീറ്റ ബൈ ബീറ്റ പ്ലസ് 1, ബീറ്റ ഈസിക്കൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ, പിന്നെ ഗാമ ഈസിക്കൽ ടു ബീറ്റ പ്ലസ് 1. ഇത് ശരിക്കും ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്റേഴ്സാണ്, മാനുഫാക്ചറിങ് ടൈമിലുള്ള പാരാമീറ്റേഴ്സാണ്. ആ പാരാമീറ്റേഴ്സിന് വേരിയേഷൻ അനുസരിച്ച് ക്യൂ പോയിൻറ്റും കാര്യങ്ങളെല്ലാം മോഡും എല്ലാം വേരി ചെയ്ത് പോകും. അപ്പോൾ അതിനെയൊക്കെ ഫിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ ബയാസിങ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതൊക്കെ ഓർമ്മയിൽ വേണം. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇനി പറയാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി മുന്നോട്ട് പോവുക. നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുക. അപ്പം താങ്ക് യു.